എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ആദ്യം തന്നെ ഹൃദ്യമായ റിപ്പബ്ലിക് ദിന ആശംസകൾ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു സന്തോഷത്തിൻ്റെ ഛായയിലാണ് നമ്മളെല്ലാവരും ഇന്ന് ഒത്തുചേർന്നതെങ്കിലും ഒരു ഹൃദയത്തിൻ്റെ കോണിൽ നമുക്കെല്ലാവർക്കും ഒരു വേദനയുടെ കനമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സഹപ്രവർത്തകൻ സംവിധായകൻ ശ്രീ ഷാഫി സാർ വിട പറഞ്ഞിരിക്കുകയാണ്. ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ മൗനമാചരിച്ചുകൊണ്ട് നമുക്ക് തുടക്കം കുറിക്കാം. വേദനകളുടെ വാർത്തകൾ കേൾക്കുമ്പോഴും ഇനിയും അത്തരം വാർത്തകൾ കേൾക്കാൻ ഇടവരുത്തരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും നമ്മുടെ കൂടെയുള്ളവരും നമുക്കും എല്ലാവർക്കും ആരോഗ്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി സുദീർഘം മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടുമൊക്കെയാണ് നമ്മൾ എല്ലാ ദിവസവും തുടങ്ങുന്നതും തീർച്ചയായിട്ടും ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നതും അത്തരമൊരു ചിന്തയുടെ പിറകെ തന്നെയാണ്. എല്ലാ വിഷമതകളും പിറകിലേക്ക് മാറ്റിവെച്ച് ഒരു നല്ല ദിവസം തുടക്കം കുറിക്കാനായിട്ട് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ചടങ്ങ് ആരംഭിക്കാൻ പ്രാർത്ഥന ചൊല്ലുവാനായിട്ട് അനന്യെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരണിഞ്ഞ വർണ്ണമേകിയും നമ്മൾ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. ഇന്ന് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്ന വിഷയം തീർച്ചയായിട്ടും ഒരു ഗൗരവ സ്വഭാവമുള്ളത് ആയതുകൊണ്ട് തന്നെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്വഭാവത്തിൽ തന്നെ ഇന്ന് മുന്നേറാമെന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചടങ്ങിന് സ്വാഗതം ആശംസിക്കാനായിട്ട് പ്രിയപ്പെട്ട അൻസിബയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ, മഞ്ജു ചേച്ചി, ശ്രീനി സാർ, സാർ, എല്ലാവരും, ഞാൻ എല്ലാവരുടെയും പേരുകൾ എടുത്ത് പറയുന്നില്ല. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ 76ാമത് റിപ്പബ്ലിക് ഡേ ആണ് ആഘോഷിക്കുന്നത്. നമ്മുടെ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഭരണഘടന ഉണ്ടാവുകയും അതിൻ്റെ 76ാമത് വാർഷികം ആഘോഷിക്കാൻ പറ്റുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഒരു താരസംഘടന എന്ന് മലയാളികൾ അന്തസ്സോടെ അഭിമാനത്തോടെ പറയുന്ന അമ്മ അസോസിയേഷൻ ഈ ഒരു ബിൽഡിങ്ങിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ആഘോഷം നടത്താൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിലുപരി നമ്മൾ കുറച്ച് നാളുകളായിട്ട് കുറേ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കുടുംബസംഗമം നടത്തി. നമ്മുടെ ഈ 30 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു കുടുംബസംഗമം നമുക്ക് സാധ്യമായിരിക്കുന്നത്. അത് നമ്മുടെ എല്ലാവരുടെയും അഹോരാത്രം നമ്മൾ അധ്വാനിച്ചതിന്റെ ഒരു തെളിവാണ്. അത് എല്ലാവരും അത്ഭുതപ്പെടുകയും ചെയ്തു കേട്ടോ. എങ്ങനെ ഇത്ര മനോഹരമായിട്ട് ഒരു കുടുംബസംഗമം നടത്താൻ സാധിച്ചു എന്നുള്ളതിന്. ഇപ്പൊ നമ്മൾ പല ചാനലുകളിലും ഒക്കെ പോയി സംസാരിക്കുമ്പോൾ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു, റൺഡൗൺ ഒന്നും കറക്റ്റായിട്ട് ഞങ്ങൾക്ക് പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ എങ്ങനെ ഇത്ര കറക്റ്റായിട്ട് എല്ലാവരെയും കറക്റ്റ് ടൈമിൽ കൊണ്ടുവരാനും ഇത്രയും പ്രോഗ്രാംസ് ഒരു ദിവസം കൊണ്ട് കണ്ടക്ട് ചെയ്യാനും പറ്റിയിരുന്നു. അതായത് നമ്മൾ സ്പോർട്സ് ഉണ്ടായിരുന്നു, ആർട്സ് ഉണ്ടായിരുന്നു, ഫാഷൻ ഷോ ഉണ്ടായിരുന്നു, കുക്കറി ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരുപാട് പരിപാടികൾ നമ്മൾ നടത്തുകയും അതിൽ നിന്ന് നമ്മൾ ചെറുതല്ലാത്ത ഒരു വലിയ തുക തന്നെ നമ്മൾ സമാഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൂടെ നമ്മൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, മെഡിസിൻസ് ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ട് അനുഭവിക്കുന്ന ആളുകൾക്കും ലൈഫ് സേവിങ് ആയിട്ടുള്ള മരുന്നുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. ജീവൻ രക്ഷാ മരുന്നുകളുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ജീവിത ശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളുണ്ട്. അപ്പൊ അതിനുള്ള മരുന്നുകളും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇൻസുലിൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ രക്ഷാ മരുന്നുകളല്ല കേട്ടോ. അതൊക്കെ ശരിക്കും നമ്മുടെ ജീവിത നിലവാരം കൊണ്ട് നമ്മൾ ജീവിച്ച ആ ഒരു സാഹചര്യം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ നമ്മൾ എല്ലാവർക്കും അവരുടെ അഡ്രസ്സിൽ എല്ലാ മാസവും നമ്മൾ കൊറിയർ ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് സഞ്ജീവനി പദ്ധതിയിലൂടെ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൊ അതിന്റെ എല്ലാം ലോഞ്ചും കൂടെയാണ് ഇന്ന് നടക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും എനിക്ക് സ്നേഹവും ബഹുമാനമുണ്ട്. ആ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും എല്ലാവരെയും ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. A nation is where people are always engaged in conversation എന്നാണ് പറയുക. എപ്പോഴും സംഭാഷണങ്ങൾ സംഭവിക്കുന്ന, ചർച്ചകൾ സംഭവിക്കുന്ന, പുതിയ പുതിയ ആശയങ്ങൾ ഉൾത്തിരിഞ്ഞു വരുന്ന ഒരു സ്ഥലത്തേക്ക്, ഒരു ഇടത്തെയാണ് നമ്മൾ ഒരു നേഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഭാരതം, ഇന്ത്യ അങ്ങനെ ഒരു നേഷനായി നിലനിൽക്കെ തന്നെ നമുക്ക് അഭിമാനത്തോടെ പറയാം, അത്തരം ഒരു ഇടമാണ് നമ്മുടെ അമ്മ എന്ന് പറയുന്ന സ്പേസും. പുതിയ പുതിയ ആശയങ്ങൾ ഉദിക്കുന്ന, പുതിയ ചർച്ചകൾ നടക്കുന്ന, പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരിടമാണ് അമ്മ എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇവിടെ നമുക്ക് നടത്താൻ സാധിച്ചു വരുന്ന പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മനസ്സിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ കുടുംബയോഗം ആ ഒരു ആഘോഷം അത്ര ഗംഭീരമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. അതിനെല്ലാം ഏറ്റവും ചുക്കാൻ പിടിച്ച ഒരാളാണ് ശ്രീ ബാബുരാജ് എന്ന് പറയുന്നത്. അദ്ദേഹം
അദ്ദേഹം തന്നെയാണ് ഇന്നിവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന സഞ്ജീവനി ജീവൻ രക്ഷാ പ്രോഗ്രാമിന്റെ ഏറ്റവും വലങ്കയായിട്ട് മുന്നേറിയിട്ടുള്ളതും അതുകൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന പ്രോഗ്രാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു അറിവ് പകരാനായിട്ട് ശ്രീ ബാബുരാജേട്ടനെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. പ്രിയപ്പെട്ട മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ, ശ്രീനേട്ടൻ, മഞ്ജു, സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, സഹപ്രവർത്തകരെ, സത്യം പറഞ്ഞാൽ ഈ വേദി കാണുമ്പോൾ ഞങ്ങളുടെയൊക്കെ കുറേ വർഷങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമാണെന്ന് പോവുകയാണെങ്കിൽ അതിൽ നമ്മുടെ മലയാള സിനിമയുടെ നമ്മുടെ നെടും തൂണുകളായ ഇവരെ ഇവിടെ ഇരുത്തിയപ്പോൾ തന്നെ നമ്മുടെ സംഘടന വിജയിച്ചു. അതില് വളരെ സ്നേഹപൂർവ്വം ഈ ഒരു പരിപാടി തിരഞ്ഞെടുത്തത് തിരക്കുണ്ടായിട്ടും നമ്മുടെ സുരേഷ് ചേട്ടനാണ്. 26-ാം തീയതി ആ ഷോർട്ട് ടൈമിൽ 24-ാം തീയതിയാണ് സുരേഷ് ചേട്ടൻ അത് പറയുന്നത്. അപ്പൊ തന്നെ ലാലേട്ടനെ അറിയിച്ചു. ലാലേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ബോംബെയിലാണ്, ഞാൻ എന്തായാലും വരാം. മമ്മൂക്കിക്ക് ഞാനൊരു വോയിസ് മെസ്സേജ് അയച്ചു. ഞാൻ നോക്കുമ്പോൾ വൈകിട്ട് വരെ ഒന്നും കേൾക്കാനില്ല. അധികം ഒരു ദിവസം കാലത്തായിട്ട് വിളിച്ചിട്ട് 8 മണിക്ക് വെച്ച് ഞാൻ അങ്ങനെ വരും. ഞാൻ എണീക്കുമ്പോൾ തന്നെ 9 മണിയാവും. അപ്പൊ ഞാൻ പറഞ്ഞ അതിന്റെ വാറൊക്കെ വന്ന് നിൽക്കാം, നമുക്ക് ഞാൻ വേണമെങ്കിൽ എത്തിക്കോളാം. പക്ഷെ ആ സ്നേഹത്തോടെയുള്ള ആ സംസാരം തന്നെ, കാരണം നമുക്ക് വളരെ കുറച്ചാണല്ലോ അങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കുള്ളൂ. ആ സംസാരം കേട്ടപ്പോ തന്നെ എനിക്ക് സന്തോഷമായി. കാരണം ഞാൻ അപ്പൊ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാവരോടും പറഞ്ഞു, മോനെ ലോട്ടറി അടിച്ചു, മോനെ 3 പേരോടും വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സന്തോഷം ഉണർത്തുന്നാണ് ചോദിച്ചത്. നമുക്ക് എന്നോട് ചോദിച്ചു, എന്നെ ആരുടെ കാലത്ത് എണീപ്പിക്കണം? ഞാൻ പറഞ്ഞു, നമുക്ക് ഞങ്ങളെ ഗേറ്റിനോട് വന്നേക്കാം, വേണ്ട വന്നേക്കാം. അപ്പോ ഇവരെ 3 പേരും കിട്ടിയത് തന്നെ അവരുടെ മുഖത്ത് ആ ഒരു സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പിരിറ്റാണ്. നമ്മളെ വളരെയധികം താഴേക്ക് അടിച്ച് താത്തിയ അവരുടെ മുമ്പിൽ നമുക്കിപ്പോൾ അഭിമാനപൂർവ്വം പറയാം, നമ്മളൊരു കുടുംബസംഗമം നടത്തി വിജയിപ്പിച്ചു. അത് എല്ലാവരും വളരെ അസൂയോടെ ആണെങ്കിലും അവരെല്ലാം സമ്മതിക്കേണ്ടി വന്നു. പല ചാനലുകാർക്കും സമ്മതിക്കേണ്ടി വന്നു. കാരണം നമ്മൾ ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ നമ്മുടെ യൂട്യൂബ് മാത്രം ആശ്രയിച്ചുകൊണ്ട് നടത്തി വിജയിപ്പിച്ചു. അതിൽ കിട്ടിയൊരു ഭീമമായ തുക, നമ്മൾ 2,30,00,000 രൂപയാണ് മൊത്തം സമാഹരിച്ചത്. അത് സാധനങ്ങളായിട്ടും പൈസയായിട്ടും നമ്മൾ 1,20,00,000 രൂപ നമ്മൾ സമാഹരിച്ചു. അതിലിപ്പോൾ ബാക്കി 96 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ട്. ആ പൈസ വെച്ചാണ് നമ്മൾ ഈ ജീവൻ രക്ഷാ പദ്ധതി എന്നിവിടെ ഇവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. കാരണം നമുക്കറിയാം, ഇത് കുമ്പളങ്ങ ബീന ചേച്ചി അടക്കം, നമ്മള് ബീന ചേച്ചി, ഈ ചേച്ചി നമ്മൾ അത്ര പ്രശ്നങ്ങളുടെ ഇടയിലാണ് ചേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അതുപോലെ തന്നെ നമുക്ക് റോസിൻ ചേച്ചിയുടെ കാര്യം അറിയാം. അപ്പൊ ഇതിനെല്ലാം സഹായിക്കാൻ നമുക്ക് പൈസ വേണം. നമ്മുടെ ഇൻഷുറൻസ് തുക 7 ലക്ഷം ഉണ്ടെങ്കിലും നമ്മൾക്ക് മരുന്ന് വാങ്ങാൻ പല സമയത്തും ആൾക്കാർക്ക് പൈസ കണ്ടെത്തേണ്ടി വരുന്നു. കാരണം നമ്മുടെ 5000 രൂപ നമ്മൾ കൊടുക്കുന്ന കൈനീട്ടം കൊണ്ട് മരുന്ന് വാങ്ങുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണ് നമ്മളത് കഴിഞ്ഞതിന്റെ മുമ്പത്തെ മീറ്റിംഗിൽ ഇങ്ങനെ തീരുമാനിക്കുന്ന ജീവൻ രക്ഷ നമ്മളിങ്ങനെ ഒരു സംഗതി. അത് തുടക്കം കുറിച്ചത് നമ്മൾ സിദ്ദിഖയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ നമ്മുടെ കുടുംബസംഗമം വെക്കാൻ തന്നെ ഇതായത്. അതിനിടയിലാണ് നമുക്ക് കുറെ പ്രശ്നങ്ങൾ വന്നത്. പക്ഷെ ഇപ്പോൾ നമ്മളത് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ സന്തോഷിക്കുകയാണ്. ഞാനതിൻ്റെ ഒരു കുറച്ച് കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ്. നമ്മൾ എങ്ങനെയാണ് ഇത് കൊടുക്കപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് 2 തരം മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഒന്ന് ജീവൻ രക്ഷാ മരുന്നുകളും മറ്റൊന്ന് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളും. ഈ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളാണ് ഈ പറയുന്ന നമ്മുടെ ഇൻസുലിനും ഈ പ്രഷറിനുള്ള മരുന്നും ഇതൊക്കെ. അപ്പൊ ഇതെല്ലാം വേർതിരിക്കുന്നത് നമ്മളല്ല, ജേക്കപ്പാണ് വേർതിരിക്കുന്നത്. നമ്മുടെ ഇൻഷുറൻസ് നോക്കുന്ന ജേക്കപ്പിനാണ് നമ്മൾ നിങ്ങൾ തരുന്ന ലിസ്റ്റ് അയച്ചു കൊടുക്കുന്നത്. ആ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ജേക്കപ്പ് അതങ്ങനെ തന്നെ നമ്മുടെ ഒരു മെഡിസിൻ, നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് നമുക്ക് മെഡിസിൻ വളരെ വില കുറഞ്ഞ് അവരുടെ കമ്പനിയാണ് സപ്ലൈ ചെയ്യുന്നത്. നമ്മൾ 3 കൊട്ടേഷൻ എടുത്തിരുന്നു. ഒന്ന് അക്ഷയ, മറ്റൊന്ന് വികാസ്. പക്ഷെ അതിനെ ഏറ്റവും കുറച്ച് കോട്ട് ചെയ്തത് ഇവരാണ്. ഞാൻ അവർക്ക് 50 ഏൽപ്പിക്കുകയുണ്ടായി. അപ്പൊ അവരെല്ലാം നിങ്ങളുടെ ആവശ്യപ്രകാരം ഈ മരുന്നുകൾ വീട്ടിലെത്തിച്ചു തരും, കൊറിയർ വഴി വീട്ടിലെത്തിച്ചു തരും. ഇപ്പോൾ നമ്മൾ ഒരംഗത്തിന് 1 വർഷം 1 ലക്ഷം രൂപയുടെ മരുന്നാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്ക് 82 ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആ 82 പേർക്കും കൊടുക്കാനുള്ള പൈസ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. ഇനിയും കഴിഞ്ഞ മീറ്റിംഗിൽ ലാലേട്ടൻ പറഞ്ഞ പോലെ ആവശ്യക്കാർ കുറഞ്ഞു വരട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഇതോടൊപ്പം നമ്മുടെ ഒരു ആഗ്രഹം കൂടിയുണ്ട്. നമ്മുടെ ലാലേട്ടന്റെ മനസ്സിലുണ്ടായ ഒരു ആഗ്രഹമാണ്, നമുക്ക് നമ്മുടേതായ ഒരു ഗ്രാമം ഉണ്ടാക്കണം. നമുക്കെല്ലാം വയസ്സായി കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയ ഒരു ഗ്രാമം ഉണ്ടാക്കണം. അപ്പൊ അതിനുള്ള പ്രയത്നം ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ 3 തൂണുകൾ ഉണ്ടെങ്കിൽ നമ്മളതല്ല ഗ്രാമമല്ല, നമ്മളൊരു പ്രദേശം മുഴുവൻ വാങ്ങും.
അതിനുള്ള ധൈര്യം നമുക്ക് ഇന്നത്തെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ മരുന്ന് എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ എമ്പതി, സഹാനുഭൂതിയാണ് ലോകത്തിന് ആവശ്യമായിട്ടുള്ള മരുന്ന് എന്നും പറയും. കെയർ ആണ് ഏറ്റവും നല്ല മരുന്നെന്ന് മറ്റൊരു ഭാഷ്യവുമുണ്ട്. ഇതിന്റെ എല്ലാം രൂപങ്ങളാണ് നമുക്കൊപ്പം ഇന്ന് ഇവിടെ ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒട്ടും വൈകിപ്പിക്കാതെ ഇന്ന് ഇവിടെ നടക്കുന്ന സഞ്ജീവനി ജീവൻ രക്ഷ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്രിയപ്പെട്ട ശ്രീനി സർ, മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ, മഞ്ജു ചേച്ചി ഒപ്പം ഏവരെയും ക്ഷണിച്ചുകൊള്ളു. ഔദ്യോഗികമായിട്ട് നമ്മുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ID കാർഡിന്റെ ലോഞ്ച് കൂടെ, ഒരു ഉദ്ഘാടനം കൂടെ നടത്തപ്പെടുകയാണ്. ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്രിയപ്പെട്ട മഞ്ജു ചേച്ചിയെ വിളിക്കുകയാണ്. മഞ്ജു ചേച്ചി മമ്മൂക്കയ്ക്ക് നൽകി നമ്മുടെ ID കാർഡ് ഉദ്ഘാടനം ചെയ്യും. മഞ്ജു ചേച്ചി മമ്മൂക്കയ്ക്കും തിരിച്ച് മമ്മൂക്ക മഞ്ജു ചേച്ചിക്കും അമ്മ ID കാർഡുകൾ സമർപ്പിച്ചുകൊണ്ട് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതിൽ സ്കാൻ ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റ് ലഭ്യമാണ്. കൂടുതലായി നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയുണ്ട്. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഉള്ള ഒരൊറ്റ കാർഡായിട്ട് നമുക്ക് ഇനി നമ്മുടെ അമ്മ ID കാർഡ് മാറ്റാവുന്നതാണ്. അതിനുള്ള അപ്ഡേഷൻസും ഉടനെ തന്നെ സംഭവിക്കുന്നതാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ട സുരേഷ് ഏട്ടൻ ID കാർഡ് ലാലേട്ടനും, ലാലേട്ടൻ ID കാർഡ് സുരേഷ് ഏട്ടനും. ഇന്നത്തെ ഈ മനോഹരമായ സുരനത്തിൽ നമ്മളോട് 2 വാക്ക് സംസാരിക്കാൻ നമ്മുടെ മമ്മൂക്കയെ ക്ഷണിക്കുകയാണ്. നമസ്കാരം. എല്ലാം കൊണ്ടൊരു നല്ല ദിവസമാണെന്ന്. ഇന്ത്യൻ റിപ്പബ്ലിക്കായ ദിവസം നമ്മുടെ ചികിത്സാ പദ്ധതിയിലെ ഒരു ഭാഗമായ സഞ്ജീവനിയുടെ ഉദ്ഘാടനം, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ സംഘടന നമ്മളത് ഒരുപക്ഷെ ഒരു വലിയ CSR ഫണ്ടുള്ള കമ്പനികൾ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ അംഗങ്ങൾക്ക് പെൻഷനല്ല സഹായം. അതിന് പെൻഷൻ എന്ന് പറഞ്ഞാൽ കളിക്കേണ്ട ആവശ്യമില്ല, കൈനീട്ടം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. പക്ഷേ അതൊരു ധനസഹായമാണ്. അതുപോലെ ഇപ്പോൾ ഒരുപാട് ചികിത്സാ പദ്ധതികൾ, ഇൻഷുറൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അംഗങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ ആശയമാണ്. ഒരുപാട് പേർക്ക് മരുന്നിന് ആവശ്യമുള്ളവരുണ്ട്. അതായാലൊന്നുമില്ല, അതിൻ്റെ ആവശ്യക്കാർ കുറയട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ എന്നാലും ആവശ്യമുള്ള നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ ഇത്. അപ്പോൾ ആവശ്യക്കാർക്ക് നമ്മളെ കൊണ്ടാവുന്ന തരത്തിലുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു വലിയ ആരംഭമാണിന്ന്. ഇതിനേക്കാളും കൂടുതൽ സഹായങ്ങൾ ആവശ്യക്കാർക്ക്, ആവശ്യമുള്ളവരുണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആവശ്യക്കാർക്ക് നൽകാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അത് ഒരു നല്ല തുടക്കമാവട്ടെ. ഈ തുടക്കത്തിൽ പങ്കുചേരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ. സഞ്ജീവനി ജീവൻ രക്ഷാ പദ്ധതിയോട് അത്രയും ചേർന്ന് നിൽക്കുന്ന ശ്രീ മോഹൻലാൽ, നമ്മുടെ ലാലേട്ടൻ 2 വാക്ക് സംസാരിക്കുന്ന വിഷയം. എല്ലാവർക്കും നമസ്കാരം. സംഘടന ചെയ്ത ഏറ്റവും വലിയൊരു പുണ്യ പ്രവൃത്തിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളിങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ പലരും അത് അറിഞ്ഞിരുന്നില്ല. ഡൽഹി മെമ്മോറിയൽ ഹോസ്പിറ്റലുമായിട്ട് 2 വർഷം 15 ലക്ഷം രൂപയുടെ പദ്ധതി പലർക്കും വരുന്ന ആവശ്യമുള്ളവർക്ക് ശ്രദ്ധിക്കാനായിട്ട് അത്രയും നിരീക്ഷിക്കില്ല. എന്തായാലും വലിയൊരു കാര്യം, ഞാനൊരു തെലുങ്ക് സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പോകണം. അപ്പോൾ ഞാൻ പോകണം. പോകേണ്ട 2-3 കാര്യങ്ങളുണ്ട്. എൻ്റെ മദർ ഹോസ്പിറ്റലാണ്. ചെറിയൊരു സർജറി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്യാനാണെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ അതൊരു വലിയ ഇതൊരു റെവലേഷനാണ്, വെളിപാടാണ്. നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ മാത്രമേ ഇത് നടക്കുന്നുണ്ടല്ലോ. എന്താണ് ഇൻഡസ്ട്രി? അത്രയും സ്നേഹസമ്പന്നമായ ഒരു ഇൻഡസ്ട്രിയാണ്. പലർക്കും നമ്മുടെ അമ്മ എന്ന സംഘടനയെക്കുറിച്ച്
അറിയില്ല. അറിയാവുന്നവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. വളരെയധികം ബഹുമാനത്തോടെയും സ്നേഹത്തോടെയാണ് നമ്മുടെ സംഘടനകൾ കാണുന്നത്. കാര്യം നമ്മൾ ചെയ്യുന്ന സത്പ്രവർത്തികൾ ഇതൊരു വലിയ പുണ്യകർമ്മമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുമ്പോഴേ അറിയാം. ഹോസ്പിറ്റലിൽ ഏറ്റവും സൗകര്യമുള്ള ആൾക്കാർക്ക് പോലും ഒരു ഹോസ്പിറ്റലിൽ പോയാലുള്ള ബുദ്ധിമുട്ടുകൾ അറിയാം. കാര്യം അവർ പറയുന്നതാണ് നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്തേ പറ്റുള്ളൂ. കാര്യം അതിൽ വേറെ തർക്കിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഒരു സംഘടന ഇതിൻ്റെ പുറകിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ കെയർഫുള്ളാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ചികിത്സിക്കാനുള്ളൊരു ധൈര്യമുണ്ട്. കാര്യം അവർക്ക് അതിനുള്ള സാമ്പത്തിക നേട്ടമുണ്ടാകും. അല്ലെങ്കിൽ അത് എന്താണ് അതിൻ്റെ ബില്ല് അത് കിട്ടുന്നൊരു ധാരണ ഉണ്ടാകും. പിന്നെ നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. നമുക്ക് വിളിച്ചു പറയാം. ഇരിക്കുന്ന പലർക്കും അറിയില്ല. ഇപ്പോൾ ചില പേരുകൾ പറഞ്ഞ് ഞാൻ എടുത്ത് പറയുന്നില്ല. ആ സമയത്ത് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ വാട്സപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ എങ്ങനെയായിരുന്നു അവരുടെ മക്കളുമായിട്ടൊക്കെ സംസാരിക്കുന്നത്. വലിയൊരു കുടുംബത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിൻ്റെ പ്രവൃത്തി കാരണം ഇപ്പോൾ ഞാൻ പറയുന്നത് ആരോഗ്യം മാത്രമല്ല, നിങ്ങളുടെ എന്ത് കാര്യത്തിലും ഞങ്ങളെ വിളിക്കാം. പ്രശ്നമായാലോ അല്ലെങ്കിൽ എന്ത് കാര്യമായാലും നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാം. നിങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഒരു ബോഡിയല്ല, എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഒരു കളക്റ്റീവ് ഒരു കോൺഷ്യസ്നസ് എന്ന് പറയാം. എല്ലാവരുടെയും ഒരു മനസ്സാക്ഷിയുടെ കൂട്ടായ്മയായി മാറട്ടെ അമ്മ. കഴിഞ്ഞ കാലങ്ങളിൽ അതിനെക്കുറിച്ച് ഇപ്പം ഒരു മോശമായ അഭിപ്രായം അമ്മയ്ക്ക് ഉണ്ടായി എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊക്കെ ഒരു മീഡിയ ക്രിയേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു സത്യവും ഇല്ലെന്ന് കാലം തെളിയിക്കട്ടെ. സത്യം ഉണ്ടാകേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ബാഡ് പാച്ച്, ഒരു കാർമേഹം പോലെ അമ്മയുടെ മുകളിൽ വരികയും അത് മനോഹരമായിട്ട് നല്ല നമ്മുടെ സ്നേഹത്തിൻ്റെയും നമ്മുടെ വിശ്വാസത്തിൻ്റെയും ഒരു കാറ്റ് വീശി അത് അകന്നു പോവുകയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ വലിയ കാര്യങ്ങളിലേക്ക് അമ്മയ്ക്ക് ചെയ്യാൻ പറ്റും. നേരത്തെ ഒരു ഗ്രാമത്തിൻ്റെ കാര്യം പറഞ്ഞത് വളരെ കാലം മുമ്പേ നമ്മൾ പറഞ്ഞാണ്. ഞങ്ങൾക്ക് ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ച് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കുറച്ച് പേർക്ക് താമസിക്കാനുള്ള അത് പണ്ട് തമിഴ്നാട് ഗവൺമെൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല. മറ്റ് പല ഗവൺമെൻറ്റുകളും സിനിമയെ വളരെയധികം ഇവിടെ നമ്മുടെ കേരളത്തിൽ സ്ഥലമില്ല എന്നൊരു കാര്യം കൂടെ. ഒരുപാട് കാര്യങ്ങൾ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വളരെ അടുത്ത കാലത്ത് ഞാൻ ചെങ്ങന്നൂര് നമ്മുടെ സിനിമാ മന്ത്രിയെ കണ്ടു ഞാൻ സംസാരിക്കുകയുണ്ടായി. നമ്മുടെ സിനിമയിലെ പ്രശ്നങ്ങൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്ത് കാര്യമുണ്ടെങ്കിലും വരും, ഞങ്ങൾ സഹായിക്കാം. അത് ഒരു വാക്കാതെ മാറട്ടെ, നമുക്ക് പരിശ്രമിക്കാം. നമുക്കൊരു കളക്റ്റീവായിട്ടുള്ള ഗ്രാമം അത് വലിയ രീതിയിൽ മാറട്ടെ. അത് സംഭവിക്കും തീർച്ചയായിട്ടും. നമ്മുടെ ഈ ഒരു സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് ഈ കുട്ടികളാണ് മുഴുവനും അമ്മയുടെ അഭിനന്ദനത്തോടായിട്ട് വർക്ക് ചെയ്യുന്നത്. വളരെയധികം സന്തോഷം. ബാബുവായാലും ജയനായാലും അവരൊക്കെ വളരെ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ സംഘടനയിൽ വർക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട്, അതിനുള്ള അധികാരമുണ്ട്, അതിനുള്ള മനസ്സുണ്ടാകണം. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇതൊരു വലിയ മൂവ്മെൻ്റായി മാറട്ടെ. ആരോഗ്യം മാത്രമല്ല, ഈ രോഗം വരാതിരിക്കാനുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിത രീതികൾ മാറ്റണം. അതിനുള്ള ഒരുപാട് പോസിബിലിറ്റി ഉള്ള സമയമാണ്. എന്താ പറയട്ടെ, ഒരു മെഡിസിൻ മാത്രമല്ല, നമ്മുടെ ജീവിത ശൈലി കൂടെ മാറ്റിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എന്തായാലും എല്ലാവർക്കും ഒരു ഹാപ്പി റിപ്പബ്ലിക് ഡേ നേരുന്നു. വേറെ പുതിയ കാർഡ് കിട്ടി, പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും എടുത്തുകൂടാം. ഞാനിത് കഴിഞ്ഞാലൊന്ന് ഇറങ്ങാനിരിക്കുന്നു. ഹോസ്പിറ്റലിൽ പോകണം. നാളെ തിരിച്ചു പോകേണ്ടതാണ്. ഒരിക്കൽ കൂടെ ഇതിൽ പ്രവർത്തിച്ച ആർക്കും നന്ദി പറയുന്നില്ല. കാര്യം അത് അവരുടെ ജോലിയാണ്, എൻ്റെ ജോലിയാണ്. ഇതിൽ നന്ദി പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ല ദിവസം ആശംസിക്കുന്നു. ഈ മരുന്നുകൾ അധികം ഉപയോഗിക്കാതിരിക്കട്ടെ, അതിനുള്ള ഒരു ഭാഗ്യം കൂടെ എല്ലാവർക്കും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം ചെയ്യുന്നു. നമ്മൾ പറഞ്ഞതുപോലെ ജീവൻ രക്ഷാ പദ്ധതിയുടെ ലോഞ്ചാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രീനിവാസൻ സാറും മമ്മൂക്കയും ലാലേട്ടനും സുരേഷ് ഏട്ടനും മഞ്ജു ചേച്ചിയും കൂടെയാണ് ഈ ഒരു പദ്ധതിയും കൂടെ ലോഞ്ച് ചെയ്യുന്നത്. ആദ്യമായിട്ട് ജീവൻ രക്ഷാ പദ്ധതിയുടെ ഒരു വക്താവായിട്ട് സ്ഫടികം ജോർജ് സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഈ കൂടിച്ചേരലിൻ്റെ ശരിക്കുള്ള ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ഒരു വാക്ക് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്, ജീവൻ രക്ഷാപദ്ധതി. ഞാനാണെങ്കിൽ കുറെ മാസങ്ങളായിട്ട് ജീവൻ നിലനിർത്താൻ വേണ്ടി മരുന്ന് ധാരാളമായി കഴിച്ച് നല്ല എക്സ്പീരിയൻസ് ആയി. ജീവൻ രക്ഷാ മരുന്നില്ലാതെ ഒരു ദിവസം പോലും ഒരു നേരം പോലും മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ്. കുറെ മാസങ്ങൾ ഞാൻ ആശുപത്രിയായിട്ടുള്ള മത്സരത്തിലായിരുന്നു. ഞാനാണ് ജയിക്കുക, ആശുപത്രിയാണ് ജയിക്കുക എന്നുള്ള മത്സരം. ആശുപത്രി ജയിച്ചു, ഞാനും തർക്കമില്ലാതെ ജയിച്ചു. എന്തായാലും ഇന്ന് ഇവിടെ ആരംഭിച്ച എല്ലാ നല്ല കാര്യങ്ങളും മോഹൻലാലും സുരേഷ് ഗോപിയും ബാബുരാജും അതുപോലെ മമ്മൂട്ടി എല്ലാം കൂടി മനസ്സ് വെച്ച് ചെയ്ത എല്ലാം നല്ല നിലയിൽ എത്തും. അത് നന്നാവട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ മമ്മൂക്കയും ലാലേട്ടനും സുരേഷ് ഏട്ടനും ശ്രീനേട്ടനും പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ എനിക്കും പറയാനുള്ളൂ. ഇവിടെ ആരംഭിച്ച നല്ല കാര്യങ്ങൾക്കെല്ലാം ആശംസകൾ, ഒരുപാട് സന്തോഷം. ഈ ജീവൻ രക്ഷാ പദ്ധതിയും അതുമായിട്ട് ബന്ധപ്പെട്ട രോഗപരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അധികം ആവശ്യം വരാതിരിക്കട്ടെ. ഇനി ആർക്കെങ്കിലും ആവശ്യം വന്നാൽ ആവശ്യത്തിലധികം സഹായിക്കാനുള്ള ഒരു കഴിവും പ്രാപ്തിയും ഒക്കെ നമുക്കുണ്ടാവട്ടെ. എല്ലാവിധ നല്ല കാര്യങ്ങൾ, എപ്പോഴും നല്ല കാര്യങ്ങളിൽ പങ്കെടുക്കുകയും നല്ല കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇനി അതുപോലെയുള്ള സന്തോഷങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ, ഉണ്ടായിക്കൊണ്ടേ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഏട്ടന് 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നു. എനിക്കധികമൊന്നും സംസാരിക്കാൻ തോന്നുന്നേയില്ല. ഞാനിതുപോലെയുള്ള കാഴ്ചകളൊക്കെ 98-ന് ശേഷം പുറത്തു നിന്ന് കണ്ട് ആസ്വദിക്കുകയും സന്തോഷിക്കുകയും ചെയ്ത് തന്നെയാണ് തുടരുന്നത്. അതൊരു സന്നിഗ്ധ ഘട്ടം ഉടലെടുത്തപ്പോൾ ആ ഘട്ടം സൃഷ്ടിച്ചവരുടെ അനീതി മനസ്സിലാക്കി മാത്രമാണ് ഒരുപക്ഷെ എന്ന് ഉള്ളിൽ വന്ന് നിന്നുകൊണ്ട് നിന്നുള്ള സന്തോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു പ്രതികാരത്തിൻ്റെയോ പ്രതി നടപടിയുടെയോ ഒന്നും സ്വഭാവമില്ല. ഇത് നമ്മുടെ അവകാശമാണ്. നമ്മൾ എന്താണെന്ന് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു സംഘടന, അതിൻ്റെ നാമമടക്കം നിയമപരമായി രാജ്യം അനുവദിച്ച ബ്രാക്കറ്റിനുള്ളിൽ തന്നെ നിൽക്കുന്ന എന്തെങ്കിലും ലാല് പറഞ്ഞതുപോലെയുള്ള അഹിതങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംഭവിച്ചു എന്ന് എഴുന്നള്ളിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളൊക്കെ അതിനെ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ അത് നമ്മുടെ അവകാശമല്ല. പുറത്തൊരു പക്ഷേ വ്യാപരിക്കുന്ന തരത്തിലുള്ള സൃഷ്ടി, അതിനൊന്നും നമ്മൾ ഉത്തരവാദികളല്ല എന്ന് പറയുന്ന ദൃഢമായ ഒരു ഉറപ്പ് നമ്മളിലെ അംഗങ്ങളിൽ ഓരോരുത്തർക്കും വ്യക്തമായിട്ടുണ്ടാവേണ്ടതാണ്. ആത്യന്തികമായിട്ടുള്ള ഏറ്റവും വലിയ അത്യാവശ്യം അത് മാത്രമാണ്. അത് അമ്മയുടെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും പാലിച്ചു എന്നുള്ളിടത്താണ് ഒരുപക്ഷെ വന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ചേർന്ന് നിൽക്കാൻ ആഗ്രഹം തോന്നി. നമ്മളൊരു കേരളപ്പിറവി ദിനത്തിൽ 2024 നവംബർ 1-ാം തീയതി കൂടി ചേർന്നിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് മാത്രം തീർന്നിട്ട് തുടങ്ങിയിട്ടാണ് പക്ഷേ ഒരു വലിയ നമ്മൾ എല്ലാവരും കൂടെ തള്ളിയിട്ട ഒരു കുഴിയിൽ നിന്നുള്ള നമ്മൾ ഉയർപ്പെന്ന് പറയുന്നത് സത്യത്തിൽ അമ്മ കേരളത്തിൻ്റെ പിറന്നാൾ ദിനത്തിലാണ് സംഭവിച്ചതെങ്കിൽ ഇതിന് നല്ല ഗതിയിലൂടെയുള്ള സഞ്ചാരത്തിനുള്ള പുനഃസ്ഥാപനമാണ് ആ നവംബർ ഇതിന് സംഭവിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ആദ്യം പ്രാർത്ഥനാപൂർവ്വം മനസ്സിൽ ഉറപ്പിക്കണം. അന്ന്
വെറുതെയെങ്കിലും അത് ആഗ്രഹമാണ്. അതുകൊണ്ട് വെറുതെ ഈ ഒന്ന് ഒപ്പിട്ട് രാജി എന്ന് പറയുന്നത് ഇവിടെ രജിസ്റ്റർ ചെയ്യാതെ ഞങ്ങൾ ഇത് വെച്ചൊഴിവാക്കി പോവുകയാണെന്ന് പറഞ്ഞ മഹാന്മാരെ മുഴുവൻ കുത്തിന് പിടിച്ചുകൂടെ കൊണ്ട് നിർത്തണമെന്ന് ഈ മൈക്കിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. അത് ആഗ്രഹമാണ്, അഭിവാഞ്ചന, അത് സംഭവിക്കണം. ഇന്നും ലാൽ ആ തരത്തിലൊരു വാഗ്ദാനം തരാതെ വർത്താനം പറഞ്ഞ് അവസാനിപ്പിച്ചതിലുള്ള ഒരു ചെറിയ കുണ്ഠിതം ഞാൻ അറിയിക്കുന്നു. ഇത് എത്രയും പെട്ടെന്ന് ഇനി ലാലിൻ്റെ കയ്യിലല്ല, നമ്മുടെ കയ്യിലാണ്. നമ്മളടുത്ത് ജനറൽ ബോഡി വിളിച്ചു കൂട്ടുന്ന അവസരത്തിൽ നമ്മുടെ കൈവയ്ക്ക് നമ്മൾ കാണിച്ചിരിക്കണം. നമുക്കിത് മുന്നോട്ട് പോകണം. ഇതിനകത്ത് നമുക്ക് ആരെങ്കിലും പുതുതായി ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടക്കമുള്ള ആൾക്കാരെ കൂടി കൊണ്ടുവന്നിരുത്തി നമുക്കിത് ഒരുത്തനും ചോദ്യം ചെയ്യാത്ത തരത്തിലുള്ള ചൂണ്ടുവിരൽ ചൂണ്ടിയാൽ ആ വിരൽ ഒടിക്കുന്ന തരത്തിലുള്ള ശക്തമായ ഒരു ഭരണനിര നമുക്ക് അത്യാവശ്യമാണ്. പോരായ്മകൾ എല്ലാവർക്കും ഉണ്ട്, ഒരാളില്ല പോരായ്മയില്ലാത്ത, വീഴ്ചകൾ സംഭവിച്ചിട്ടില്ലാത്ത ഒരാൾ പോലും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ അംഗങ്ങളുടെ ലിസ്റ്റ് നോക്കിയാൽ ഒരാളെ ഒഴിവാക്കി നിർത്താൻ പറ്റില്ല. സമൂഹത്തിലില്ല. ആ സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് ദിവ്യ ശക്തിയാണുള്ളത് പൂർണ്ണരായിട്ട് ജീവിക്കാൻ? ഇല്ല, വീഴ്ചകൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതുകൊണ്ട് ബാധിക്കപ്പെടുന്നവർ, അവർക്കും നമ്മുടെ കരുണ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടായിട്ടുണ്ട്. പത്രമാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ചതുപോലെയുള്ള അസത്യങ്ങൾക്ക് നമുക്ക് കീഴ്പ്പെടാനാവില്ല. പേരിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇത് ഒരു വിമർശനമായിട്ട് പറയുന്നതാണ്. അങ്ങനെ ഒരു ഉദ്ദേശം പുറത്തുള്ളവർക്കുണ്ടായിരുന്നെങ്കിൽ ഇന്നിവിടെ നിലനിൽക്കുന്ന പല ദൃശ്യമാധ്യമ സ്ഥാപനങ്ങളുടെയും പേരിൽ വന്നിട്ടുള്ള കേസുകളുടെ അടിസ്ഥാനത്തിൽ അവരുടെയൊക്കെ പേരിൻ്റെ അക്ഷരങ്ങൾക്കിടയിലെല്ലാം നമ്മൾ ഈ പുഴുക്കുത്തു കൊണ്ടുപോയി ചാർത്തണമല്ലോ. ചില ചാനലുകളുടെ എല്ലാം പേര് നമ്മൾ 6 തുടങ്ങി അങ്ങോട്ട് പുഴുക്കുത്തിട്ട് നിറയ്ക്കേണ്ടി വരുമല്ലോ, ഇല്ല? പക്ഷെ അതൊന്നും നമ്മൾ ചെയ്യുകയില്ല, നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുമില്ല. എന്ന് പറയുമ്പോൾ ഇത് ഇംപെൻഡിങ് ആണ്. സമൂഹത്തിന് നമ്മുടെ മേലും ആ പുഴുക്കുത്തുകൾ അടിച്ചേൽപ്പിക്കാനുള്ള അവകാശമില്ല. ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്മ തന്നെയായിരിക്കും. ഒരു ആഗ്രഹം കൂടി, ഇന്നിപ്പോൾ ഈ ഐഡൻറ്റിറ്റി കാർഡ് പുതുതായിട്ട് അതിൻ്റെ സ്വഭാവ സവിശേഷതകളെല്ലാം പുതുതായി നമുക്കത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, നമ്മുടെ വൈറ്റൽ റീഡിങ്സ് എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതെല്ലാം എവിടെയെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട് ആരെങ്കിലും പെട്ടുപോയാൽ നമുക്ക് ആ ആളിൻ്റെ ബന്ധുക്കളുടെ ഒന്നും സപ്പോർട്ടില്ലാതെ തന്നെ നമുക്ക് എന്തൊക്കെയാവും അത്യാവശ്യമായി വരുന്നു, സാമ്പത്തിക അവസ്ഥ, ഇതെല്ലാം നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് ആധാർ കാർഡിൽ സൂക്ഷിക്കുന്നത് പോലെ ഈ കാർഡിലേക്ക് സൂക്ഷിക്കാനുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. AI സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് രവിചേട്ടൻ ഇവിടെ വന്ന് പുസ്തകമൊക്കെ കൊടുത്ത്, ഇത് രവിചേട്ടൻ്റെ മാത്രം അവകാശമല്ല, യൂണിവേഴ്സിനാണ് AI എന്ന് പറയുന്ന അനുഗ്രഹമായിട്ട് വരുന്നതും ഏറ്റവും വലിയ ത്രെറ്റായിട്ട് വരുന്നതും. ഏറ്റവും വലിയ ഭീഷണിയാണ് AI. G7 സമ്മിറ്റിൽ ഡിസ്കസ് ചെയ്തതിൽ അറബ് രാജ്യങ്ങൾ മുഴുവൻ നിശ്ചിതമായി AI പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരെ ശബ്ദഘോഷിതമായി എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്കെല്ലാം ഒരു സൂചനയാണ്. വളരെ സൂക്ഷിക്കണം. ഒരാളെ നമുക്ക് ഏത് തരത്തിലേക്കും സൈസ് ഔട്ട് ചെയ്യാം, അൺനെസസറി സൈസിങ് ഇൻ നടത്താൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ സാങ്കേതിക വിദ്യകളും അനുഗ്രഹമായിട്ടാണ് വരുന്നതെന്നുള്ള ഒരു ധാരണ പാടില്ല. നമുക്ക് ഉറക്കത്തിൽ പോലും ചിന്തിക്കാത്ത, സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ, ഇതാണ് മമ്മൂട്ടിയുടെ സത്യം എന്ന് പറഞ്ഞ് ലോകത്തെ വിശ്വസിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യയുടെ വളർച്ച എന്ന് പറയുന്നത്. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നാമം ഞാൻ ഉപയോഗിച്ചു എന്ന് മാത്രം സമൂഹത്തിന് വലിയ അപകടമാണ്. ഇന്ന് മാധ്യമങ്ങൾ മനുഷ്യരുടെ ജീവിതത്തെ സ്റ്റിയർ ചെയ്ത് കൊണ്ടുപോകുന്ന 98 മലയാള ചലച്ചിത്ര സംവിധായകർ ഇന്ന് നടക്കുന്ന ഈ കാഴ്ചകൾ അന്ന് ഒരു സ്വപ്ന കാഴ്ച പോലെ അവതരിപ്പിച്ചതാണ് ശ്രീ TK രാജീവ് കുമാർ. ഇതാണ് ഇനി മാധ്യമത്തിൻ്റെ നിശ്ചയത്തിനും
വഴിപ്പെട്ടു പോകുന്ന കുടുംബങ്ങൾ, വ്യക്തികൾ, ജീവിതങ്ങൾ. ഇത് 98-ൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളതാണ്. വേറെ ആരും ഇത് പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു കാഴ്ചപ്പാട് പലർക്കും ഉണ്ടായിരുന്നുവെന്ന്. ഇന്ന് നമ്മൾ ആ അപകടക്കുഴിയിലാണ്. ഒരുപക്ഷെ അമ്മയുടെ ഒരു റീ എമർജൻസ് എന്ന് പറയുന്നു ഈ ഉയർത്തെഴുന്നേൽപ്പ് ഇതുപോലെ ഉഴലുന്ന ഒരു സമൂഹത്തിനുള്ള വഴികാട്ടിയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ മാസം 4-ാം തീയതി സ്ഥാപിച്ചെടുത്തിരിക്കുന്നത്. ഇതെല്ലാവർക്കും ഊർജമാണ്. അതുകൊണ്ട് തന്നെ ബാബുരാജ് പറഞ്ഞതുപോലെ അസൂയയോടെ എന്ന് മാത്രമേ പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കണം. പക്ഷെ അവരെല്ലാം അതിൽ നിന്ന് ഒരു ആവേശം ഉൾക്കൊണ്ടിട്ടുണ്ട്. നമ്മളെ ഒരുപക്ഷെ വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ച് തളച്ചിടാൻ ശ്രമിച്ച മാധ്യമങ്ങൾ പോലും നമ്മളുടെ അന്നത്തെ കുടുംബസംഗമത്തിന്റെ ആനന്ദത്തിന്റെയും അതിന്റെ ഫലപ്രാപ്തിയുടെയും തിരിച്ചു വന്ന് മുന്നോട്ട് മേലോട്ട് വളരാൻ കുതിക്കുന്ന ഒരംശം, ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരംശം, അത് അമ്മയെന്നാണ് അതിന്റെ പേരെങ്കിൽ ആ സന്തോഷത്തിൽ അവരും പങ്കുകൊള്ളുന്നുണ്ട്. ഒരാളൊഴിയാതെ. പേരെടുത്ത് പറയുന്നില്ല, നേരത്തെ 6 പറഞ്ഞ് അതിലുള്ള ആൾക്കാർ പോലും സന്തോഷിക്കുന്നുണ്ട്. നമുക്ക് സമൂഹത്തിന് തന്നെയാണ് ഒരുപക്ഷെ വലിയ വിമർശനമൊന്നും ഉണ്ടായില്ല. ഇത് നമ്മുടെ അവകാശമാണ്. കൊലപാതകത്തിൽ പ്രതികളായിട്ടുള്ളവരുടെ സംഘടനകൾ ഇവിടെയുണ്ട്, ഇല്ലേ? നേരിട്ട് രാഷ്ട്രീയ കൊലപാതകം നടത്തിയിട്ടുള്ളവരുടെ സംഘടനകളുണ്ട്. നമ്മളെന്തെങ്കിലും പറയുന്നു? നമ്മുടെ പ്രാർത്ഥന we need to coexist, സഹസ്ഥാപിതം. അത് ഈ മണ്ണിൽ പറഞ്ഞു വീഴുന്ന ദൈവസൃഷ്ടികളുടെ എല്ലാം അവകാശമാണ്. അത് ശക്തമായി മുന്നോട്ട് പോകും. ഇപ്പൊ ID കാർഡിന്റെ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഈ സംഘടനയുടെ ആദ്യത്തെ പ്രിന്റഡ് ID കാർഡ് വാങ്ങുന്നയാളെ ഞാനാണ്. ഇന്ന് 2 മല്ലന്മാരുടെയും പിന്നാലെ എനിക്കത് സ്വീകരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയ സന്തോഷം. കാരണം കാലഘട്ടം 1994 ഇത് 2024. അല്ല, 24 ഇത് പ്രിന്റ് ചെയ്യുന്നത്. 24 ഇതിന്റെ റീ എഡിഷൻ അല്ലെങ്കിൽ ന്യൂ എഡിഷൻ എന്ന് പറയുന്നത്. ഇത്രയും വർഷക്കാലത്തെ ദൂരം എന്ന് പറയുന്നത് നമ്മൾ ഹൃദയത്തിലാണ് പാകി വളർത്തിയെടുത്തിരിക്കുന്നത്. അതൊരിക്കലും ഒരുത്തനും നമ്മൾ തുറപ്പിക്കാനായിട്ട് വിട്ടുകൊടുക്കില്ല. ഒരു പുതിയ ആഗ്രഹം കൂടി, അത് ഞാൻ ലാലിനോടും മമ്മൂക്കയോടും പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് ഒരാവേശം പകരും. നമുക്കിന്ന് രാജ്യത്തിന് അങ്ങനെ ഒരു ഝണ്ട, ഒരു പതാക ഉണ്ടെങ്കിൽ നമ്മുടെ സംഘടന അമ്മ എന്ന് കൂട്ടി യോജിപ്പിച്ച് മുരളിച്ചേട്ടൻ എഴുതി വെച്ചതുപോലെ അന്ന് ഫോട്ടോഗ്രാഫർ ഗോപാലകൃഷ്ണന്റെ സംഘം ചേർന്നുണ്ടാക്കിയ എംബ്ലം, അതിലെ ലോഗോയിലുള്ള അമ്മ നമുക്ക് കാറ്റത്ത് ഫ്ലട്ടർ ചെയ്യുന്ന തരത്തിലൊരു കൊടി നമ്മുടെ ഈ സംഘടനയിൽ, ഒരു സ്വർണ്ണക്കൊടി വേണം. കാരണം ഈ ID കാർഡ് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഒരു സ്വർണ്ണക്കൊടിയായിരിക്കും. അതിനകത്ത് വെള്ളി നക്ഷത്രം, എണ്ണി എത്താൻ പറ്റാത്ത അത്രയും നക്ഷത്രങ്ങളുള്ള ഒരു കൊടി ഇനി അമ്മ സംഘടനയുടെ പേരിൽ തത്തിക്കളിക്കുന്നു. അതെല്ലാവരുടെയും ഹൃദയത്തിലും തത്തിക്കളിക്കട്ടെ. നമ്മുടെ പുതിയ ആ ഫ്ലട്ടർ എന്ന് പറയുന്നത് നമ്മുടെ റീ എനർജൈസിങ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് നമ്മൾ ചേർന്നു. ഇത് ഉടനെ സംഭവിക്കണം. അടുത്ത ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മൾ നമ്മുടെ ദേശീയ പതാക ഉയർത്തുന്നതിനൊപ്പം ഈ ഒരു ചെറിയ പിന്നെന്താ അല്ല സംഘടനയുടെ ബിൽഡിംഗ് ചെയ്യാം. ഫ്ലാഗ് പോസ്റ്റ് ഇട്ട് അത് ഓണം സംഘടനയുടെ ഇത് തലേ ദിവസം ചെയ്യാം, അതിനടുത്ത ദിവസം ചെയ്യാം. അതും കൂടി ഉണ്ടാവണം. ഒരു നല്ല ഡിസൈനറെ ഏൽപ്പിച്ച് നമുക്കത് സാധ്യമാക്കാം. കൂടുതലൊന്നും ഞാൻ പറയട്ടെ. ഈ സംബന്ധം മാത്രമല്ല, ഹൻസിമ, കുട്ടികളെല്ലാം സലയും എല്ലാം മനോഹരമായിട്ട് രാഷ്ട്രീയക്കാരേക്കാൾ മികച്ച രീതിയിൽ ഭയങ്കര സ്ട്രക്ചേർഡായിട്ട് സംസാരിക്കുന്നു.
വിശ്വാസമായി ഇത് എല്ലാം ഞങ്ങളെല്ലാം കളഞ്ഞിട്ട് അവരെല്ലാം ഏൽപ്പിച്ചിട്ട് പോയാലും എന്നറിയാം. സുരേഷ് കൃഷ്ണനായാലും ജയനായാലും ബാബുരാജ് ആയാലും അതുപോലെ വിനു മോഹൻ തുടങ്ങി ബാക്കി എല്ലാവരുടെയും പേര് ഞാൻ മിസ്സായി പോകാൻ പാടില്ല. ഇങ്ങനെ കണ്ടുകണ്ടാണ് ഞാൻ വിളിച്ചത്. ടിനി ടോം എവരൊക്കെയാണ് ഒരുപക്ഷെ ഇത് ചത്തു ഇതിന്റെ ശവടക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞിടത്ത് എവരൊക്കെയാണ് ആ ശവം കൊണ്ട് ഉയർന്നു വന്നിരിക്കുന്നത്? അവര് അല്ല ശവമാണ് ഉയർത്തിയെടുത്തത്. പുറത്ത് നിൽക്കുന്ന ഞാൻ വിമതനാണെന്ന് പറയുന്ന ഒരു ലേബൽ ഉള്ളത് കൊണ്ട് ലേബലേ ഉള്ളൂ കേട്ടോ. ഞാൻ ഒരിക്കലും ഒന്നിൻ്റെയും വിമതനാവില്ല. പക്ഷെ എൻ്റെ അനിഷ്ടം, എൻ്റെ സങ്കടം, എൻ്റെ പ്രതികരണത്തിൽ അത് പ്രതിഫലിക്കും. അതെൻ്റെയും അവകാശം. അകാരണമായിട്ടാണ് ശിക്ഷിക്കുന്നത്. അതിൻ്റെ വേദന എനിക്കുണ്ട്, അതിനിയും ഉണ്ടാകും. പക്ഷെ നിലനിൽപ്പിന് കടാര വയ്ക്കുന്ന ഒരു ശക്തിക്കും വിട്ടുകൊടുക്കില്ല. അത് നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ അടുത്ത ജനറൽ ബോഡിയിൽ നിങ്ങളുടെ നിശ്ചയം എന്ന് പറയുന്നത് നമുക്ക് ഇനിയൊരു ആഡ് ഹോക് കമ്മിറ്റി അല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. നമ്മൾ തിരഞ്ഞെടുത്ത 3 വർഷത്തേക്ക് അവരേക്ക് ഈ പണി ഏൽപ്പിച്ച കാര്യം അവരൊക്കെ കൃത്യമായിട്ട് ചെയ്തേ പറ്റൂ. അത് വളരെ കർക്കശമായിട്ടാണ് പറയുന്നത്. അപേക്ഷയൊന്നുമില്ല, അത് സംഭവിച്ചിരിക്കണം. നിങ്ങളത് നിശ്ചയിക്കണം അടുത്ത ജനറൽ ബോഡി. ഒരുപാട് സ്നേഹം, നന്ദി, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, പറയാനുള്ളതല്ല എൻ്റെ ഗുരുജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എനിക്കൊന്നേ പറയാനുള്ളൂ, എൻ്റെ അന്തിമശ്വാസം വരെ ഞാൻ അമ്മയുടെ ഒപ്പം ഉണ്ടാകും. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല. എല്ലാം ഇവരൊക്കെ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട നമ്മുടെ പുതിയ ID കാർഡ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ജോസ്കോ ടീമാണ്. ഒരു ഉപഹാരം ഏറ്റുവാങ്ങാനായിട്ട്, നമ്മുടെ സ്നേഹോപഹാരം ഏറ്റുവാങ്ങാനായിട്ട് ജോസ്കോയുടെ മെമ്പേഴ്സിനെ ക്ഷണിക്കുകയാണ്. അവർക്ക് ഉപഹാരം സമർപ്പിക്കാനായിട്ട് മഞ്ജു ചേച്ചിയോട് അഭ്യർത്ഥിക്കുകയാണ്. ഫാക്ടറി ഒന്നുമല്ല, ഞങ്ങളുടെ ഫ്രണ്ട്സ് ചേർന്നിട്ട് അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ വിറ്റാസർജ് എന്ന് പറഞ്ഞൊരു കമ്പനി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അതിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ഏറ്റവും നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ, ഏറ്റവും ചെറിയ രീതിയിൽ, വേറെ ആർക്കും കൊടുക്കാൻ പറ്റാത്ത അത്രയും രീതിയിൽ ഡിസ്കൗണ്ട് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എനിക്ക് നമ്മുടെ ഒരു പ്രിവിലേജ് കൂടിയാണല്ലോ, വളരെ സന്തോഷം അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചത്. താങ്ക് യു. വേദിയിലുള്ള മമ്മൂക്ക, ലാലേട്ടൻ, പോയി സുരേഷ് ഏട്ടൻ, ശ്രീനിയേട്ടൻ, മറ്റു സ്നേഹം നിറഞ്ഞ അമ്മ സുഹൃത്തുക്കൾ, നമുക്ക് വേറൊന്നുമല്ല, നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തൊക്കെ പ്രയോജനം ചെയ്യാൻ പറ്റുമോ, അതിന് ഉദാഹരണമായ 3 പേരാണ് അമ്മയുടെ തലപ്പത്തിരിക്കുന്നത്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു വസ്തുതയുണ്ട്. 45 വർഷമായി മമ്മൂക്കയും ലാലേട്ടനും സുരേഷ് ഏട്ടനും അതിനോട് അടുത്ത വർഷമായി സിനിമയിൽ വന്നിട്ട്. ഇവർക്ക് ഈ അമ്മയുടെ തലപ്പത്തിരുന്നുകൊണ്ട് എന്ത് പ്രയോജനം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. പലരും കഴിഞ്ഞ കുടുംബ സംഗമത്തിന് നമ്മൾ 506 പേരെയും കുത്തിയിരുന്ന് വിളിച്ച ആളാണ് ഞാൻ. അതിൽ നമ്മൾ ബാക്കിയുള്ള 11 പേരിരുന്ന് എല്ലാവരെയും ഇരുന്ന് വിളിക്കുക. ഇതിൽ എത്ര പേര് വന്നിട്ടുണ്ട്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. സ്വയം വിമർശനാത്മകമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. 186 പേരാണ് ഇവിടെ വന്നത്. ഇത്രയും പേർക്ക് 2000 പേർക്ക് ഭക്ഷണം റെഡിയാക്കി എല്ലാവരെയും, കുറെ കുറവുകളുണ്ടായിരിക്കാം, പക്ഷേ നമ്മുടെ അംഗങ്ങൾ, നമ്മുടെ വീട്ടിലെ അംഗങ്ങളെ പോലെ സന്തോഷവാന്മാരായിട്ടും സന്തോഷവതികളായിട്ടും തിരിച്ചു പോകണം എന്നുള്ള ഒരേ ഒരു ആഗ്രഹത്തിൽ നമ്മൾ ഇതെല്ലാം ഒരുക്കുമ്പോൾ ഇതിനെ ഉപയോഗിക്കാനും ഇതിന്റെ ഒരു ഭാഗമാകാനും വരാതിരുന്നവരോട് ഞാനൊറ്റ ചോദ്യം ചോദിക്കുള്ളൂ. ഇവർ 3 പേരും വന്നപ്പോൾ ഇവരോട് ഒരു വലിയ ഒരു നന്ദിയാണ്. കാരണം ഇവർക്ക് ഈ അമ്മ സംഘടന കൊണ്ട് ലാലേട്ടൻ ഇനി എന്തെങ്കിലും ഉണ്ടാക്കാനുണ്ടോ, മമ്മൂക്കയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനുണ്ടോ, സുരേഷ് ഏട്ടൻ എന്തെങ്കിലും ഉണ്ടാക്കാനുണ്ടോ, എന്നിട്ട് പോലും അവർ വന്ന് രാവിലെ തൊട്ട് അവിടെ ഇരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് ഇതിനെ എത്ര കണ്ട് ഉപയോഗിക്കാൻ പറ്റി, ഈ അവസരത്തെ ഗുണപ്പെടുത്താൻ പറ്റി, ഇതിന്റെ ഭാഗമാകാൻ പറ്റി എന്നുള്ളത് ഈ വന്നവരോടല്ല പറയുന്നത്, ഈ വന്നവരിലൂടെ വരാത്തവരെ അറിയുമല്ലോ എന്നുള്ള ആത്മവിശ്വാസത്തിലേ പറയുന്നത്. കാരണം വന്നാലും വന്നില്ലെങ്കിലും ഒറ്റ കാര്യം ഉറപ്പ് പറയാം, അമ്മ സംഘടനയും ഇതിന്റെ കമ്മിറ്റി അംഗങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ടും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഇനിയും മുന്നോട്ടുള്ള കാലത്ത് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ എല്ലാ പ്രവർത്തനങ്ങളുമായിട്ടും മുന്നോട്ട് പോകും. ഞങ്ങളുടെ വർക്കും ഒരു വശത്തൂടെ ഞങ്ങളുടെ കുടുംബത്തെ നോക്കാനുണ്ടാവും, അതിനോടൊപ്പം നിങ്ങളെ നോക്കാൻ വേണ്ട പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന മാത്രം വാക്ക് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട്
വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. ഇനിയും ഇതുപോലെ ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടാവും. ഭാഗമാകാൻ സാധിക്കുക, എണ്ണം കൂടി വരട്ടെ ഓരോ പ്രോഗ്രാമുകൾ. താങ്ക് യു സോ മച്ച്.